ഹായ് ഫ്രണ്ട്സ്, മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു വഴുതനങ്ങ തീയലാണ്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 4 വഴുതനങ്ങ, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഉപ്പ്, 8 വറ്റൽമുളക്, 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് നടുവേ കീറിയെടുത്തിട്ടുണ്ട്, 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, വാളംപുളി, കറിവേപ്പില 2 ഇതൾ, അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവയാണ്. ആദ്യമായി നമുക്ക് സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയും വറ്റൽമുളകും കൂടി നന്നായി മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് നന്നായി വറുത്തെടുക്കാം. തേങ്ങയും വറ്റൽമുളകുമെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ. ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വഴുതനങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പ് ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി 2 മിനിറ്റ് നേരം നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന വഴുതനങ്ങ തീയലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വഴുതനങ്ങ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ വഴുതനങ്ങ തീയൽ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ബായ്.